നിനക്കെന്തൊരു വല്ലായ്മ? ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ബാലന്റെ കഥ കേട്ടിട്ട് നിന്റെ മനസ്സിലാക്കിപ്പോയി എന്ന്. അതെ ചേട്ടാ. എന്തു ചെയ്യാം, ആ പെണ്ണ് അല്പം കൂടി മനസാക്ഷിയോട് നിന്നിരുന്നെങ്കിൽ അവന്റെ ജീവിതം ഇങ്ങനെ തകരില്ലായിരുന്നു. എന്നാൽ ആ കാഴ്ച വന്ന് രാജേഷിന്റെ ഭാര്യയാണ് ഞാൻ. ഹലോ. ഹലോ, സുമയല്ലേ? ഫാദർ ജോൺ ഹിയർ. ദിലീപിന് അസുഖം വളരെ കൂടുതലാണ്. അവന് അമ്മയെ കണ്ടാൽ മാത്രമേ അവന്റെ വേദന കുറയുകയുള്ളൂ. അതുകൊണ്ട് ഉടനെ ഇവിടെ വരെ വന്നാൽ കൊള്ളാം. റോങ് നമ്പർ. എന്താ? ഞാനൊന്ന് അനാഥമന്ദിരം വരെ പോയി വരട്ടെ. എന്തിന്? ആ കുഞ്ഞിന് സുഖമില്ല, ഒന്ന് പോയി നോക്കാൻ. ഏത് കുഞ്ഞ്? അനാഥമന്ദിരത്തിലെ ആ കുഞ്ഞ്. ആ ജോലി ഡോക്ടർമാരുടേതാണ്, നിന്റെതല്ല. അയ്യോ ചേട്ടാ, ആ കുഞ്ഞിനോട് നിനക്കെന്താണ് ഇത്ര താല്പര്യം? അവിടെ ആർക്കസുഖം വന്നാലും നീ ഓടിയെത്തുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? എന്നാൽ നീ പോകണ്ട. എന്തു പറഞ്ഞാലും ശരി, ഈ കൊച്ചുകുട്ടിക്ക് നിങ്ങളെ കാണാതിരിക്കുന്നത് വലിയ വിഷമമാണ്. എന്റെ കുടുംബപരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് എനിക്കിവിടെ വരാൻ സാധിക്കാത്തത്. എന്നോട് പരിഭ്രമിക്കുന്നു. നിങ്ങൾ പ്രസവിച്ച കുഞ്ഞ് നിങ്ങളുടെ കുടുംബകാര്യത്തിൽപ്പെടുന്നതല്ലേ? അച്ഛനെല്ലാം അറിയാവുന്ന ആളല്ലേ, എന്തിനിങ്ങനെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വേദനിപ്പിക്കുന്നു? ക്ഷമിക്കൂ കുഞ്ഞെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ വേഷം ധരിച്ചിരിക്കുന്നത് വേദനിപ്പിക്കാനല്ല, ആശ്വസിപ്പിക്കാനാണ്. പക്ഷേ സത്യം എത്ര കാലം മറച്ചു വയ്ക്കും? എനിക്കെന്റെ കുഞ്ഞിന് ജീവനാണ്. പക്ഷേ എന്റെ പഴയ കഥകൾ പുറത്തു വന്നാൽ
എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന്റെ മനസ്സ് തകർന്നു പോകും. അതെനിക്ക് താങ്ങാൻ ഒക്കില്ല ഫാദർ. സഹനശക്തിയും ദുഃഖവും തമ്മിലുള്ള മത്സര രംഗമാണ് ഈ പ്രപഞ്ചം. ഞാനൊരു വഞ്ചകയല്ലോ. മറ്റൊരു പുരുഷന് താലി കെട്ടാൻ കഴുത്ത് നീട്ടിയതിനു ശേഷമാണ് എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു തെറ്റുപറ്റി. എന്റെ അച്ഛനമ്മമാരെയും ഭർത്താവിനെയും എന്റെ കുഞ്ഞിനെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. അതിൽ ഞാൻ തോക്കുമെങ്കിൽ തോക്കട്ടെ. എനിക്ക് മറ്റൊന്നും അച്ഛനോട് പറയാനില്ല. അന്ന് തന്നെത്താൻ തലയിടിക്കണം. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ബാല, എടാ നിന്നെ ഞാൻ ബാല, നിന്നെ എന്തിനു കാണണം? എനിക്ക് കാണേണ്ടത് നിന്റെ മുതലാളിയാ. അവനെ ഞാൻ ബാല, നിനക്കെന്ത് വേണമോ ചെയ്യാം. ഇതിനെല്ലാം കൂട്ടുനിന്ന പട്ടിയാണടാ ഞാൻ. നീ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോളൂ. പക്ഷേ ഞാൻ കൊല്ലാത്ത നിന്റെ കുഞ്ഞിന്റെ കഥ കേട്ടിട്ട് എന്റെ കുഞ്ഞോ? ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അവന്റെ മനസ്സിനേറ്റ ഷോക്കാണ് രോഗക്കാരൻ. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? അവൻ ഇടയ്ക്കിടെ അമ്മേ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്നിനേക്കാളും അമ്മയുടെ സാമീപ്യമാണ് അവനാവശ്യം. സോറി ഫാദർ, എന്ത് പറഞ്ഞാലും സുമയെ ഞാൻ അങ്ങോട്ടയക്കില്ല. ഒരു പിഞ്ച് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനുള്ള കാരുണ്യം അവിടുന്ന് കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്ലീസ് ഫാദർ, എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ ദയവീതിനെ നിർബന്ധിക്കരുത്. സാർ, അനാഥാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി 10,000 രൂപയുടെ ചെക്ക് എഴുതി തരാൻ സന്മനസ് കാണിച്ച അങ്ങാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഫാദർ, ഞാൻ സംസാരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഒരു സത്യവിശ്വാസിയുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉടുപ്പ് മാത്രമല്ല, ഉള്ളുകൊണ്ടും ഞാനൊരു സത്യവിശ്വാസിയാണ്. എങ്കിൽ അങ്ങധികം സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. രാജൻ സാർ, അമ്മയെ കാണാൻ പിടയുന്ന ഒരു കുഞ്ഞിന് മയക്കുമരുന്ന് കുത്തിവെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാനിവിടെ ഓടിയെത്തിയത്. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു ഔഷധമേ ഉള്ളൂ, അവന്റെ അമ്മയുടെ സ്നേഹം. ആ സ്നേഹം ഈ നെന്തമ്മയുടെ പകർന്നു വെച്ചിരിക്കുന്ന വിഷമാണ്. അത് കുടിക്കാനും തട്ടിക്കളയാനും വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. അതൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ഞാനൊരു വിഡ്ഢിയല്ല. അങ്ങേക്ക് പോകാം. മോനെ മോനെ മോനെ, ഞാനാ നിന്റെ അച്ഛനാ. കണ്ണു തുറക്കും മോനെ, കണ്ണു തുറക്ക് മോനെ. മോനെ, ബോധമില്ലാത്ത ആ കുഞ്ഞിനെ എന്തിനു വിളിക്കുന്നു? അച്ഛോ, ഞാനെല്ലാം അറിയുന്ന ഇപ്പഴാ. എന്റെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. തെറ്റാരുടേതായാലും ശിക്ഷിക്കപ്പെട്ടത് ഈ കുഞ്ഞാണ്. ഇനി എന്റെ കുഞ്ഞ് ശിക്ഷിക്കപ്പെട്ടില്ല അച്ഛോ. ഇവനെ ഞാൻ വളർത്തും. ദിലീപിനെ കൂട്ടിക്കൊണ്ടുപോകാനാണ്
ഞാൻ വന്നത്. ഈ കുഞ്ഞിനെ ഈ നിലയിൽ ഇവിടുന്ന് കൊണ്ടുപോകാനോ? ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ കൂടാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല അച്ഛോ. മിസ്റ്റർ ബാലൻ, ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം അനാഥരാണ്. പക്ഷേ ഈ കുഞ്ഞിന്റെ ഗതികൾ ആർക്കും വന്നിട്ടില്ല. ഇന്നു മുതൽ എന്റെ കുഞ്ഞ് ഒരിക്കലും ഗതികെട്ടവനായിരിക്കില്ല അച്ഛോ. എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഓടിക്കളിച്ചു വളർന്ന ഈ കുഞ്ഞിനെ ഈ ഗതിയിലാക്കിയതിന് കാരണം അവന്റെ അമ്മയാണ്. ഇപ്പോൾ അച്ഛനായ നിങ്ങൾ അവനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഇല്ല, എനിക്ക് അനുവദിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് തെറ്റാണോ? തെറ്റല്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അവനെ വളർത്തിയ ഞാനും ഡോക്ടർമാരും എല്ലാം തോറ്റിരിക്കുകയാണ്. അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവന്റെ പെറ്റമ്മ ഇവിടെ വന്നേ തീരൂ. അത് നടക്കില്ല അച്ഛോ. നടക്കില്ലെങ്കിൽ നാം എല്ലാവരും ഈ കുഞ്ഞിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. അച്ഛോ, നിങ്ങൾക്ക് ഈ കുഞ്ഞിനോട് സ്വല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വേഗം പോയി അവരെ കൂട്ടിക്കൊണ്ടുവരൂ. ഇനി ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് കരുതി ഇറങ്ങിപ്പോയതാണ് ഞാൻ. പക്ഷേ വീണ്ടും എനിക്ക് സഹായം തേടി വരേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് വീണ്ടും ജീവിക്കേണ്ടിയിരിക്കുന്നു. ആരെയും ജീവിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്റെ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയേണ്ടത്. നിന്റെ ഇന്നത്തെ ജീവിതത്തിന് അവൻ നിനക്ക് ശാപമായിരിക്കാം. പക്ഷേ എനിക്കവൻ ജീവനാണ്. അവന്റെ നിഴൽ പോലും നിന്നെ വീശാതെ ഞാൻ അവനെ വളർത്തിക്കൊള്ളാം. സ്വന്തം അമ്മയുടെ മോനെന്നൊരു വിളി കേൾക്കാനായി എന്റെ കുഞ്ഞ് ഈ പടി വിട്ട് ഇറങ്ങരുതെന്നാണ് രാജേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ധിക്കരിക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ വന്നില്ലെങ്കിൽ ഈശ്വരന് പോലും അവനെ രക്ഷിക്കാൻ കഴിയില്ല. രാജേട്ടൻ അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നാൽ ചിലപ്പോ എന്റെ കുഞ്ഞിന്റെ ശവം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ പോകുന്നു. അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നാൽ ചിലപ്പോ എന്റെ കുഞ്ഞിന്റെ ശവം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എവിടെ പോന്നു? എന്റെ കുഞ്ഞിനെ കാണാൻ. സുമേ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തവനെപ്പറ ഞാൻ നിന്റെ മുന്നിൽ ജീവിച്ചു. എനിക്കിനി ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഞാനൊരു അമ്മയാണ്. ഞാൻ ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ ഞാൻ ബലി കൊടുക്കില്ല. ഞാൻ അങ്ങേ അറിഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടേ മതിയാവൂ. ഞാൻ പോയി വരട്ടെ. പോയിക്കള്ളൂ. വരുന്ന കാര്യത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. കണ്ണു തുറക്കും. അമ്മയെ വിളിക്കുന്നു. കണ്ണു തുറക്കും മോനെ. മോനെ, കണ്ണു തുറക്കും മോനെ. മോനെ,
അങ്ങ് എന്തിനിവിടെ വന്നു? അങ്ങേ തിരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് കുഞ്ഞിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ മറന്നേക്കൂ. ഞാൻ നിന്നെ മറക്കണമല്ലേ? നിനക്ക് ഈ കുഞ്ഞിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. ഫാദർ, ഇന്നു മുതൽ ഈ കുഞ്ഞ് എന്റെ മകനാണ്.